ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ പീരുമേടിൻ്റെ അടുത്ത് കുട്ടിക്കാനത്തിനും ചേലപ്പാറയ്ക്കും ഇടയ്ക്കുള്ള വുഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. വുഡ്ലാൻഡ്സ് ജംഗ്ഷനാണ്. വുഡ്ലാൻഡ്സ് എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് ഇനിയും കുറച്ചും കൂടെ മുന്നോട്ട് പോകണം. ഈ പുറകോട്ട് കിടക്കുന്ന വഴിയുണ്ടോ, ഈ വഴിക്ക് വേണം പോകാനായിട്ട്. ഇതിലെ പോയാൽ നമുക്ക് വുഡ്ലാൻഡ്സ് വഴി നമുക്ക് പഴയ പാമ്പനാട്ടിൽ ചെന്ന് എളുപ്പത്തിൽ ഇറങ്ങാവുന്ന ഒരു വഴിയാണേ. ആ വഴിക്കാണ് നമ്മളിന്ന് പോകുന്നു. ശരിക്കും എനിക്ക് വണ്ടിപ്പെരിയാർ വരെ പോകണം. ഞാൻ ഈ വഴി കയറി വരും. അപ്പുറത്തെ വഴി ചപ്പാത്ത് നിന്ന് മ്ലാമല വഴിയെല്ലാം പൊളിഞ്ഞ് വല്ലാതെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ വഴിക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് പോയി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് അങ്ങ് പോകാം കേട്ടോ. നല്ല അടിപൊളി തേയിലത്തോട്ടമൊക്കെ നമ്മൾ പോകുന്ന വഴിക്കുണ്ട്. അതൊക്കെ കാണുകയും ചെയ്യാതെ. ഈ വുഡ്ലാൻഡ്സിൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. അതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള വീടുകൾ പുതുക്കി പണിത് വെച്ചിരിക്കുന്നതാണ്. ഇതുണ്ടോ, നല്ല കിഡിലൻ തേയിലത്തോട്ടം. വുഡ്ലാൻഡ്സിൻ്റെ ഒരു ഹോസ്പിറ്റൽ അവിടെ വരുന്ന ആയിട്ട് പണിതായിരുന്നു. പിന്നീട് അത് എന്തുകൊണ്ടോ പണി നിർത്തി വെച്ചു. വീണ്ടും ഇപ്പോൾ അവിടെ എന്തൊക്കെ പണികൾ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ ഈ റോഡെ മുന്നോട്ട് പോകേണ്ടത്. ഇവിടെയാണ് ഓർഡിനറി, സഖാവ്, അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്ത സ്ഥലമാണ്. ഓർഡിനറിയുടെ തമിഴും തെലുങ്കും ഒക്കെ ഇവിടെ എടുത്തതാണ്. ഗവിയായിട്ടൊക്കെ ചിത്രീകരിച്ച ഒരു മേഖലയാണിത്. വുഡ്ലാൻഡ്സിലെ കാഴ്ചകൾ. സാജൻ എത്രയുള്ള പഠിക്കുന്നേ? 3-ല്. നീ അവധിയാ അല്ലേ? ആ സൈക്കിൾ ഓട്ടിക്കേ, കാണണ്ടേ പിള്ളേരുടെ സൈക്കിൾ ഓട്ടം കണ്ടോ. ഇവിടെ നല്ലൊരു കടയൊക്കെ ഉണ്ടേ. ഇപ്പോൾ അവിടെ ഒരു സ്റ്റേജ് ഇട്ടിരിക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ ആയിരുന്നു സിനിമയുടെയൊക്കെ സെറ്റിട്ട സ്ഥലങ്ങളൊക്കെ കേട്ടോ. അവിടെയായിരുന്നു ഓർഡിനറി സിനിമയിലെ റേഷൻ കടയൊക്കെ വന്നിരുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് യൂക്കാലിപ്സ് മരങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. സായിപ്പുമാരുടെ കാലത്തൊക്കെ വെച്ചിട്ട് പോയതാണ്. ഇതിൽ ഈ വണ്ണമുള്ള മരങ്ങളൊക്കെ, വലിയ മരങ്ങളൊക്കെ, ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള മരം. നമ്മൾ മൂന്നാറൊക്കെ പോയാലേ കൂടുതൽ യൂക്കാലിപ്സ് ഒക്കെ കാണാൻ പറ്റുക. അതുപോലെ ഈ ഭാഗത്ത് കുറച്ച് ഏലത്തോട്ടമൊക്കെ നമുക്ക് കാണാവേ. ഇവിടെ ഏലത്തോട്ടമുണ്ട്, കുറച്ച് അപ്പുറത്തോട് നല്ല തേയിലത്തോട്ടങ്ങളുമാണ്. ബദേൽ ഗ്രൂപ്പിൻ്റെയാണിത്. വുഡ്ലാൻഡ്സ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലൈൻസാണ് കാണുന്നത് കേട്ടോ. അവിടെയൊക്കെ ഒരു കാലത്ത് അതിൻ്റെ അപ്പുറത്തൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടായിരുന്നു. 100 രോഗികൾക്ക് വരെ കിടക്കാനും പ്രസവ വാർഡും ഓപ്പറേഷൻ തിയേറ്ററും ഒക്കെ ഉള്ള ബ്രിട്ടീഷുകാർ പണിത ഹോസ്പിറ്റലൊക്കെ അതിനകത്തുണ്ടായിരുന്നേ. പിന്നീട് കാലക്രമേണ ഇപ്പോൾ അവിടെ ഹോസ്പിറ്റൽ ഉണ്ടെന്നേ ഉള്ളൂ, അവിടെ പ്രവർത്തനമൊന്നുമില്ല. അതെല്ലാം അടച്ചിട്ടിരിക്കുക, സ്റ്റേ ആയി കിടക്കുക. ഇവിടെ നിന്നൊക്കെ ഈ തേയിലക്കാഴ്ചകളൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. സായിപ്പുമാരുടെ സംഭാവനയായ തേയിലക്കൃഷി നമ്മുടെ മർഫി സാഹിബിൻ്റെയൊക്കെ ഒരു കേന്ദ്രമായിരുന്നു ഇവിടെയൊക്കെ. പീരുമേട് ഭാഗമൊക്കെ ആയിരുന്നു, പാമ്പനാറ് വുഡ്ലാൻഡ്സൊക്കെ ആയിരുന്നു പുള്ളിയുടെ ഒരു മെയിനായിട്ടുള്ള കേന്ദ്രം. പിന്നെ അതിനെക്കാട്ടും ഉപരിയായിട്ട് പുള്ളി കാഞ്ഞിരപ്പള്ളി, ഏന്തയാറ് ഈ മേഖലയിലെ റബ്ബർ കൃഷി അതിവിപുലമായി നടത്തിയേ. ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു വികസനമൊക്കെ ഉണ്ടായി എന്ന് പറയാം. അവർ കച്ചവടത്തിന് ഇവിടെ വന്ന് നമ്മളെ അടിമകളാക്കിയെങ്കിലും അത്യാവശ്യം കുറേ വികസന കാര്യങ്ങളൊക്കെ അവർ ഇവിടേക്കും കൊണ്ടുവന്നു കേട്ടോ. ഞാനെൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് കേട്ടോ. ബ്രിട്ടീഷുകാരെ ഇവിടെ വന്നതിന് ശേഷമാണ് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം വികസന കാര്യങ്ങളൊക്കെ ഉണ്ടായതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല ഉന്നത വിദ്യാഭ്യാസവും അങ്ങനെയുള്ളതൊക്കെ അവരുടെ ആ ഒരു ഇതിൽ തന്നെയാണ് ഇന്നും നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊന്നും ഇവിടെ ഒന്നും ഇല്ലായിരുന്നല്ലോ. അവർ വന്നതിന് ശേഷമല്ലേ ഇംഗ്ലീഷൊക്കെ ഇവിടെ വന്നു തുടങ്ങിയത്. തേയിലച്ചെടികളുടെ ഒരു മനോഹര കാഴ്ച കണ്ടോ. അങ്ങ് ദൂരെ നമുക്ക് മരിയൻ കോളേജ് കാണാം കേട്ടോ. അവരുടെ ഹോസ്റ്റലും മറ്റു കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ് അവിടെ. മൂന്നാർ മേഖലയൊക്കെ നമുക്കറിയാവുന്നതല്ലേ. ബ്രിട്ടീഷുകാർ പൂഞ്ഞാർ രാജവംശത്തിൻ്റെ കീഴിൽ കിടന്ന സ്ഥലമായിരുന്നു മൂന്നാറൊക്കെ. അതൊക്കെ അവർ പാട്ടത്തിനെടുത്തും പിന്നീട് അത് വിലയ്ക്ക് മേടിച്ചും അവിടെ ആദ്യം അവർ കാപ്പിയും അങ്ങനെയുള്ള കൃഷികളൊക്കെ ആയിരുന്നു പരീക്ഷിച്ചത്. പക്ഷേ അവിടെ അത് വിജയിക്കുകയല്ലെന്ന് അവർക്ക് പിന്നീട് മനസ്സിലായി. തേയില കൊണ്ടുവന്ന്
കൃഷി പരീക്ഷിച്ചപ്പോഴാണ് അവിടെ അതിന് നല്ലൊരു സാധ്യത ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായത്. അങ്ങനെയാണ് ഈ മൂന്നാർ നമ്മൾ ഇന്ന് കാണുന്ന ആ വർഷങ്ങൾ പഴക്കമുള്ള സായിപ്പന്മാർ വെച്ച് പിടിപ്പിച്ച തേയിലയാണ് നമ്മൾ ഇന്നും അവിടെ ചെല്ലുമ്പോൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ വർഷത്തിൻ്റെ കണക്കൊന്ന് കണക്കൂട്ടി നോക്കിയാൽ 100 വർഷം വരെ പഴക്കമുള്ള തേയില ചെടികൾ മൂന്നാറിലൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയുള്ളതും അത്ര മോശമൊന്നുമല്ല. 10, 40, 50, 60, 70 വർഷം പഴക്കമുള്ള തേയിലച്ചെടികൾ നമുക്ക് ഇവിടെയും കാണാം. അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ റെയിൽവേയോ അങ്ങനത്തെ സംവിധാനങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ലായിരുന്നല്ലോ. അതൊക്കെ മൂന്നാറിലൊക്കെ ആദ്യമായി പരീക്ഷണം നടത്തിയതും കുറേ വിജയിപ്പിച്ചതും പിന്നെ പ്രകൃതി ദുരന്തം വന്നപ്പോൾ അതൊക്കെ ഇല്ലാണ്ടായി പോയതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ. അതൊക്കെ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണ്. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്നും ബ്രിട്ടീഷുകാരെ ഞാൻ താങ്ങി ഒത്തിരി സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല, അവർ കൊണ്ടുവന്ന വികസനങ്ങളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പം നമ്മൾ ആ താഴെ കാണുന്നുണ്ട്. ഇവിടെ ഏലം, ഈ തേയിലച്ചെടിക്ക് ഇടയ്ക്കായിട്ട് അവിടെ കുറേ ഏലം വെച്ചിട്ടുണ്ട്. ഈ മൊട്ടക്കുന്നിൽ ഇവർ കൊണ്ടുവന്ന് ഏലകൃഷി നടത്തിയത് എനിക്ക് തോന്നുന്നൊരു വല്ലാത്ത പരീക്ഷണമായിപ്പോയി കേട്ടോ. ഏലത്തിനെ സംബന്ധിച്ച് അവിടെ കുറച്ച് തണൽ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതങ്ങനെ പിടിച്ച് നിൽക്കത്തുള്ളേ. ഇതുപോലെ കീഴ്ക്കാൻ തൂക്കായിട്ട് കിടക്കുന്ന ഈ മലഞ്ചെരുവിലൊക്കെ ഈ തേയില കൃഷി അല്ലാതെ മറ്റ് എന്ത് കൃഷി ചെയ്താലാണ് ഇവിടെയൊക്കെ വിജയിക്കുക? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. തേയിലയ്ക്കെന്ന് പറയുമ്പോൾ നല്ല വേരോട്ടമുണ്ട്. മണ്ണിൽ നിന്നും പറഞ്ഞു പോകാതെ അങ്ങനെ തന്നെ അത് അവിടെ നിന്നോളും. ഇവിടെയൊക്കെ നമുക്ക് അത്ര പുഷ്ടിയല്ലാത്ത തേയിലത്തോട്ടമാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതൊക്കെ കൊളുന്തെടുക്കാൻ ഭാഗമായിട്ട് നിൽക്കുവാണേ. ഇതാണ് കോട്ടയം ക്ലബ്ബ് കേട്ടോ. കുട്ടിക്കാനത്ത് നമ്മൾ പാമ്പനാറ്, പഴയ പാമ്പനാറിലേക്ക് ചെന്നിറങ്ങുന്ന വഴിയാണ്. വുഡ്ലാൻഡ്സ് വഴി കയറി വരുമ്പോൾ കാണുന്നതാണ്. ഇത് റിസോർട്ട് ശൃംഖല. ഇവിടെ ഒരുപാട് റൂംസൊക്കെ ഉള്ളതാണ്. ഒരുപാട് വർഷം മുമ്പേ സായിപ്പന്മാരുടെ കാലത്തൊക്കെ ഉള്ളൊരു സംഭവമാണ്. പിന്നീട് അത് കോട്ടയം ക്ലബ്ബുകാരുടെ കയ്യിലോട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വഴിക്ക് അത്ര വലിയൊരു വീതിയൊന്നുമില്ല കേട്ടോ. വീതി കുറഞ്ഞൊരു വഴിയാണേ. ഒരു സമയത്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ വഴി കണ്ടമാനം പൊളിഞ്ഞു കിടക്കുമായിരുന്നേ. ഇപ്പം ഒരുവിധം വണ്ടിക്കൊക്കെ പോകാവുന്ന ഒരു രീതിയിൽ ഇത് ഒരു പണിതിട്ടുണ്ട്. ഇത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കുന്ന റോഡായതുകൊണ്ട് അധികം വീതി കൂട്ടാനോ മറ്റു പരിപാടികളോ ഒന്നും നടക്കത്തില്ല. ബദേൽ ടീ ഫാക്ടറിയിലേക്ക് പോകുന്നൊരു വഴിയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇവിടുത്തെ റോഡെല്ലാം ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നത്. അങ്ങോട്ട് കിടക്കുന്ന വഴി അവർ റോഡ് ക്ലോസർ എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലെ കയറി പോകാൻ പാടില്ല. പക്ഷേ അതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു നല്ല അടിപൊളി കാഴ്ച കിട്ടുന്നൊരു സ്ഥലമാണ്. ഞാൻ ഒരിക്കൽ അങ്ങോട്ട് പോയിട്ടുള്ളതാണ്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് വർഷം പഴക്കമുള്ള പഴയ ലൈൻസൊക്കെയാണ് അതിൻ്റെ പുറകിലൊക്കെ കാണുന്നത്. ബദൽ ഗ്രൂപ്പ്, വുഡ്ലാൻഡ് എസ്റ്റേറ്റ് എന്നും പറയും, ബദൽ ഗ്രൂപ്പ് എന്നും പറയും. ഇതിൻ്റെ കുറച്ചപ്പുറത്ത് LMS എന്ന് പറഞ്ഞ് മറ്റൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റുമേ. അതിൻ്റെ പുറകിലായിട്ടൊരു പാറമടയായിരുന്നു. പണ്ടങ്ങാണ്ടുണ്ടായിരുന്നൊരു പാറമടയാണ്. പാറ പൊട്ടിക്കൽ നിർത്തിയോടുകൂടി അവിടെ ഇപ്പോൾ പാറയൊന്നും പൊട്ടിക്കുന്നില്ല. പക്ഷേ ആ വളവിൽ കണ്ടോ ഒരു ചെറിയ പെട്ടിക്കട ഇരിപ്പുണ്ടേ. വരുന്ന ആൾക്കാരൊക്കെ ചിലവരൊക്കെ അവിടെ നിർത്തി വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പോകാറുള്ളത്. ഇവിടെ വന്നപ്പോൾ ഒരു കടയൊക്കെ ഇവിടെ കാണാം കേട്ടോ. പക്ഷേ കടയൊന്നും തുറന്നിട്ടില്ല, അടച്ചിട്ടിരിക്കുവാണ്. ഈ ഭാഗത്തോടൊക്കെ വരുന്ന ആൾക്കാരെ അത്യാവശ്യം നിർത്തി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പോകുന്നൊരു സ്ഥലമായിരുന്നു ഇവിടെ. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ കട തുറന്നിട്ടില്ല. ഞാനും സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു കടയുണ്ടെന്ന് എനിക്കറിയാം. ആ കടയിൽ വന്നിട്ടേ പക്ഷേ വെള്ളമൊക്കെ കുടിച്ച് പോകാമെന്നുള്ളൊരു ധാരണയിൽ വന്നായിരുന്നു. ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഇവിടുത്തെ ഒരു വൈബ് മനസ്സിലാവത്തില്ല. ഇവിടെ ഒരു ആൽമരമൊക്കെ ഉണ്ട്, ഒരു ദേവസ്ഥാനമായിട്ടുള്ള ഒരു ആൽമരമൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഫുൾ വീഡിയോ ആയിട്ട് ഇങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ ഇവിടുത്തെ ഒരു വൈബ് നമുക്ക് കിട്ടുന്നതായിരിക്കും. വളരെ ഭംഗിയുള്ളൊരു കാഴ്ച ഇവിടെ ഉള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വൈബുള്ളൊരു സ്ഥലം. ഇവിടെ ഒരു ആൽമരം കണ്ടോ. ഇത് ഇവിടെ ഒരു ദേവസ്ഥാനമായിട്ടുള്ളതാണ്. ഇതിന് വെള്ളമൊക്കെ അടിച്ച് അവിടെ ഒരു കല്ലൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്തൂടെ അതിൻ്റെ ഒരു എൻട്രൻസ് ഇങ്ങോട്ടുള്ളത്. വളരെയധികം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ഭാഗത്തേക്കൊക്കെ നല്ല തണൽ വിരിച്ച് നിൽക്കുന്ന ഒരു ആൽമരമാണ്. ഇതിൻ്റെ കീഴായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെട്ടിക്കടയുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു കടയായിരുന്നു. പക്ഷേ ആ കട ഇപ്പോൾ അടച്ചിട്ടിരിക്കുക. ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാമായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ മുന്നോട്ട് പോകേണ്ട ഈ വഴിയാണ്. ഈ പാലമൊക്കെ കടന്ന്, ഈ പാലത്തിനൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള കേട്ടോ. ഇതൊക്കെ നമ്മൾ കാണുന്ന പോലെ പുതിയ പാലങ്ങളൊന്നുമല്ല. ഇതിലേക്ക് എപ്പോഴും വാഹനം ഇങ്ങനെ ചറവറാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കടന്നു വന്നതിന് ശേഷം ഒരു 10-30 വാഹനമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞു. ഇപ്പം നമുക്ക് എവിടെ നോക്കിയാലും വാട്ടർ അതോറിറ്റി ഇതുപോലെ കണ്ടോ കുറേ പൈപ്പുകൾ
ഒരുപാട് സ്ഥലത്ത് ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മറ്റു ബാക്കി പരിപാടികളൊന്നും ചെയ്ത് കാണുന്നില്ല കേട്ടോ. എന്തോ കാശേ മുടക്കിയിട്ടിരിക്കുന്നത്. നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ അവിടെയൊക്കെ ഇഷ്ടംപോലെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇഷ്ടംപോലെ വെള്ളമൊന്നും കിട്ടുന്നില്ല. നമ്മളിപ്പോൾ ശരിക്കും വെള്ളം മേടിക്കുക പഞ്ചായത്തിൻ്റെയോ ഇതായിട്ട് ജപ്പാൻ കുടിവെള്ള പദ്ധതി അങ്ങനെ ഏതാണ്ട് പരിപാടിയാണെന്ന് തോന്നുന്നത്. അതൊന്നും നമ്മുടെ അങ്ങോട്ടൊന്നും വന്നിട്ടേ ഇല്ല. പഞ്ചായത്ത് കണക്ഷനും ഇല്ല, ഒന്നുമില്ല. നമ്മളൊക്കെ വെള്ളം വിലക്ക് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ ശരിയാവുമായിരിക്കും. ഇവിടെ ഇത് കണ്ടോ, ഇതൊരു പഴയ തേയിലപ്പരയുടെ ഒരു തറയായിരുന്നേ. ഇവിടെ അതുപോലെ നമുക്ക് വേറൊരു സംഭവം കാണാം. ഇത് തേയില കൊളുന്ത് ഇങ്ങനെ തൂക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു ഹുക്കാണ്. അതുപോലെ തന്നെ ഇവർ ഈ ഭക്ഷണപ്പൊതികളൊക്കെ കൊണ്ടുവന്ന് ഇവിടെയാണ് തൂക്കി വയ്ക്കാറ്. ഇതിൻ്റെ മുകളിൽ ഒരു അടയ്ക്കാക്കുരുവി ഇരിക്കുന്നുണ്ടോ. ഇതൊക്കെ വെള്ളത്തിന് ദാഹിച്ചിരിക്കുക ഇവന്മാരൊക്കെ. ഇവിടെയെങ്കിലും വെള്ളമില്ല. ബദേൽ പ്ലാന്റേഷനിലേക്ക് പോകുന്നൊരു വഴി നമുക്ക് ഇവിടെയും കാണാം. ബംഗ്ലാവിലോട്ടും ഫാക്ടറിയിലോട്ടും ഒക്കെ പോകുന്ന റോഡാണ് ഇത് കേട്ടോ. പക്ഷേ ഇതിലെ അങ്ങോട്ട് കയറിപ്പോകാൻ പുറത്തുനിന്ന് വരുന്നവർക്ക് അങ്ങനെ കയറിപ്പോകാനുള്ളൊരു ഇത് പെർമിഷനൊന്നുമില്ല. ഇതിപ്പോൾ ഗ്ലൻമേരി എന്ന് പറഞ്ഞ സ്ഥലമാണേ. ഇവിടെ ഒരു പള്ളിയുണ്ട്, അപ്പുറത്ത് സ്കൂളുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു പള്ളിയുണ്ട്, പിന്നെ ഇവിടുത്തെ തപാൽ ഓഫീസുണ്ട്. ഗ്ലൻമേരി പോസ്റ്റ് ഓഫീസ്. ഇവിടുന്ന് പുറത്തോട്ടുള്ളൊരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ തേയിലച്ചെടികളുടെ വർണ്ണമനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റുക. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തിങ്ങി നിൽക്കുക കേട്ടോ. താഴെയായിട്ടൊരു ലൈൻസൊക്കെ കാണാവേ. ഒരു ട്രാക്ടറിൻ്റെ എൻജിൻ മാത്രം കടന്നു പോകുന്ന കാണാം. അതിൻ്റെ ടൈലർ അവരവിടെ വെച്ചിട്ട് പോയി തോന്നുന്നു. ഇപ്പോഴത്തെ LP സ്കൂളിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ഇതുപോലുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഗ്ലൻമേരി ഗവൺമെൻറ് LP സ്കൂളാണ് ഇത് കേട്ടോ. ഈ സ്കൂളിൻ്റെ സ്ഥാപിതം 1961-ലാണേ. ഇവിടെ റോഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടേ. ഇതിൻ്റെ താഴെ LMS എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ റോഡ് അതിലെ ചുറ്റി അങ്ങനെ പോയിട്ട് കണ്ടോ, കുറേ റിസോർട്ടുകളും മറ്റുമൊക്കെ മുകളിൽ അവിടെ കാണാം. അതിൻ്റെ ഇടയ്ക്കൂടെ ആ റോഡ് അതാ മുകളിലേക്ക് പോകുന്നുണ്ടോ. അത് ശിവമല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ഇടുക്കിയിലെ കൈലാസം എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം അവിടെ പോയിട്ടുള്ളതാണ്. ഇത് LMS എന്ന് പറഞ്ഞ ജംഗ്ഷനാണേ. ഇവിടുന്ന് ഇനി പാമ്പനാട്ടിലേക്ക് പഴയ പാമ്പനാട്ടിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. ഈ വഴിയിൽ ഇവിടെ ചെറിയ പെട്ടിക്കടയും ബേബി ഷെഡും ഒക്കെ കൂടെ നമുക്ക് കാണാവുന്നതാണ്. അത് മാത്രമല്ല ഇവിടെ നല്ല അടിപൊളി പച്ചപ്പുള്ള തേയിലത്തോട്ടങ്ങളൊക്കെയാണ് കൂടുതലും കാണാനുള്ളത്. നമുക്ക് ആ കാഴ്ചകളൊന്ന് കണ്ടുവരാം. ഇതുകൊണ്ടോ അക്കരെ കുറച്ച് വീടുകളും അതുപോലെ തന്നെ നല്ല പച്ചപ്പാർന്ന തേയിലത്തോട്ടവും. ഈ വേനൽക്കാലത്തൊക്കെ നമുക്ക് ഈ പച്ചപ്പൊക്കെ ഈ തേയിലത്തോട്ടങ്ങളുടെ മാത്രമേ ഇങ്ങനെ കാണാൻ സാധിക്കുള്ളൂ കേട്ടോ. ഈ താഴെക്കോട്ടുള്ള ഈ റോഡ് പോകുന്നത് അപ്പുറത്തെ ലൈൻസിലേക്കൊക്കെ പോകുന്ന വഴിയാണേ. ഇതാണ് കൈലാസഗിരിയിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഇവിടെ അമ്പലത്തിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലേ നമുക്കൊരു 3-4 കിലോമീറ്റർ മുന്നോട്ട് പോകാണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല കുത്തനെ ഒരു കയറ്റം കയറി ആ മലയുടെ മണ്ടയിൽ ചെന്ന് നിന്ന് നമുക്ക് താഴോട്ട് ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും. നല്ല കാറ്റുള്ള സ്ഥലമാണ്. മഴക്കാലത്ത് അവിടെ പോകുന്ന അത്ര പന്തിയല്ല. ഈ വേനൽക്കാലത്തൊക്കെയാണ് വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതും ലൈൻസിലേക്കൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ ഒരു പ്രത്യേക ഭംഗി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. കാരണം ഈ പച്ചപ്പാണ് ഏറ്റവും നല്ല ഇത്. അതിലൂടെ ഈ വീതി കുറഞ്ഞ റോഡും ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളുണ്ട്. നീലാകാശം, വെള്ള മേഘം, ഇതൊക്കെ ഇതിന് കളർ ഭംഗി കൂട്ടി കൊടുക്കുന്നുണ്ടേ. ഇവിടുത്തെ ഒരു കാഴ്ച ഉണ്ടോ, തേയിലച്ചെടികളങ്ങനെ ലൈനായിട്ട് വെച്ച് പിടിപ്പിക്കുക. ഇടയ്ക്കൂടെ ആ ചുവന്ന റോഡും. അവിടെ ഒരു കുറച്ച് ഭാഗത്ത് തേയില എടുക്കുന്നുണ്ട് കേട്ടോ, കൊളുന്തെടുക്കുന്ന കാഴ്ച കാണാം. പിന്നെ അങ്ങ് അക്കരെ അതാ ഒരു അമ്പലമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടേ. ഇതിനിടയ്ക്കൂടെ കുറേ ലൈൻസുകളും പഴയ കെട്ടിടങ്ങളും നിരവധി കാഴ്ചകളാണ്.
ഈ വഴി നേരെ പോകുന്നത് പഴയ പാമ്പനാട്ടിലേക്കാണ്. നമ്മൾ ഈ വഴിക്കാണ് കയറി പോകുന്നത് കേട്ടോ. ഇതിലെ പോയാൽ നമുക്ക് ലാൻഡർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെല്ലാൻ പറ്റും. അവിടുന്ന് ചാർലി സിനിമയുടെ ഒരു ലൊക്കേഷനൊക്കെ ഉണ്ട്, അതും കൂടി ഒന്ന് കണ്ടുവരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് പോയി നോക്കാം. അല്ല വഴി എങ്ങനെയാണെന്നറിയില്ല, പോയാലേ അറിയത്തുള്ളൂ. പണ്ടൊരിക്കൽ ഞാൻ ഇതിലെ വന്നപ്പോൾ നല്ല വഴിയായിരുന്നേ. അപ്പോൾ ഇത് മുഴുവൻ ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുക. നോക്കിയാൽ ഇതിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ എന്തോ പരിപാടിയായിരുന്നെന്ന് തോന്നുന്നു. ഈ ഭാഗത്ത് വന്നപ്പോൾ വീണ്ടും നല്ല അടിപൊളി തേയിലത്തോട്ടം കണ്ടു കേട്ടോ. ഇതിനകത്തോടെയായിരുന്നു ചാർലി മൂവിയിൽ ദുൽഖർ ഒരു കോഴിപ്പൂവിനെയൊക്കെ കൈ പിടിച്ച് ബൈക്ക് ഓടിച്ച് വരുന്നൊരു സീനുണ്ട്. അത് ഈ ഭാഗത്തു നിന്ന് അവരെടുത്തോ കേട്ടോ. അങ്ങനെ നമ്മൾ പാമ്പനാട്ടിനടുത്തുള്ള ലാൻഡ്രം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ. ചെറിയൊരു സിറ്റിയൊക്കെയാണ് ഇവിടെ. പിന്നെ ഇവിടെ കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ കാണാം. നമ്മൾ കടന്നു വന്ന വഴി അതിൻ്റെ അപ്പുറത്തൊരു അമ്പലം, ഇതാ അവിടെ ഒരു ലൈൻസ്, ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ്, അങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ. തമിഴ്നാട്ടുകാരെ ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ആ മോഡലിലുള്ളൊരു അമ്പലമാണ് ഇവിടെ കാണുന്നത് നമ്മൾ. ചാർലി മൂവിയുടെ ലൊക്കേഷനിലേക്ക് ഈ വഴിക്കൂടെ കുറച്ചുകൂടെ മുന്നോട്ട് പോകണേ. ചാർലി മൂവി ലൊക്കേഷനിലേക്ക് ഇനിയും കുറേ കൂടെ നമ്മൾ പോകേണ്ടിയിരിക്കുന്നു കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു കാഴ്ച ഉണ്ട്, എത്ര അടിപൊളിയാന്ന് നോക്കി. അങ്ങ് ദൂരെ 2 മലകളുണ്ടോ, അതിൻ്റെ ഇപ്പുറത്തുള്ള ഇടതുവശത്തുള്ള മലയാണ് കൈലാസഗിരി. നമ്മളിങ്ങോട്ട് കടന്നു വന്ന LMS ഒക്കെ ആ മലകൾക്ക് അപ്പുറത്തായിട്ടാണ്. ആ മലയുടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മളിങ്ങോട്ട് വന്നു കേട്ടോ. നമ്മുടെ സാരഥി ഇവിടെ ഇരിക്കട്ടെ, നമുക്കിവിടെ മുകളിലൊരു കാഴ്ചയൊക്കെ കണ്ടിട്ട് വരാവേ. ഇവിടെ നേരത്തെ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ കടയൊക്കെ ഇപ്പോൾ പൊളിഞ്ഞു കിടക്കുക. ഇതിൻ്റെ മുകളിലൊരു ചെറിയ തേയിലത്തോട്ടവും ഒരു മരമൊക്കെ കാണാവേ. ഇവിടെ മുകളിലൊരു LP സ്കൂളുണ്ട്. ഇച്ചിരി മുകളിൽ പോയി നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാവേ. ലാൻഡ്രത്തെ ഗവൺമെൻറ് LP സ്കൂളാണേ. ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവധി സമയമാണ്, ആളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഈ സ്കൂളാണ് ചാർലി മൂവിയിൽ ആ ഓർഫനേജായിട്ട് നെടുവിടുവേണുമൊക്കെ താമസിക്കുന്ന സ്ഥലമായിട്ട് കാണിച്ചു കേട്ടോ. ഇവിടുത്തെ താഴോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല കാഴ്ച കിട്ടുന്ന ഒരു സ്ഥലമാണ്. നല്ല ചെറിയ തേയിലത്തോട്ടങ്ങളും ഒരു കിണറുണ്ട് അവിടെ. കൂട്ടുകാരെ, ചാർലി മൂവി ലൊക്കേഷനിലെ ഓർഫനേജായിട്ടൊക്കെ കാണിച്ച ഒരു സ്കൂളാണിത്. ഈ സ്കൂളിലായിരുന്നു ആ ഒരു സിനിമയുടെ ആ ഒരു കുറേ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഭാഗത്തേക്കാണ് നമ്മൾ വന്നത്. എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് കാണാം. നമുക്ക് മുന്നോട്ട് പോയി അപ്പുറത്ത് കുറച്ച് കാഴ്ചകളുണ്ട്, അത് കണ്ടുവരാം. ഇവിടെ നിന്നാണ് നമ്മൾ ചാർലി മൂവിയുടെ മെയിനായിട്ടുള്ളൊരു ലൊക്കേഷനുണ്ട്, അങ്ങോട്ട് പോകുന്നൊരു വഴി. ഈ ഭാഗത്ത് വന്നപ്പോൾ ഇവിടെ കണ്ടോ കുറേ പൈൻ മരങ്ങളൊക്കെ നീണ്ടോ. ഒരു 50, 60, 70 വർഷം പഴക്കം കാണും ഇതിനൊക്കെ കേട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി തേയിലത്തോട്ടമാണ്. ഇവിടുന്ന് മുന്നോട്ട് കാണുന്ന ഈ ഓഫ് റോഡേ വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട്. നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്ന വഴിയുണ്ടോ, കുറച്ചിങ്ങ് വന്നപ്പോൾ കുറേ ഭാഗം പിന്നെ കോൺക്രീറ്റ് ചെയ്തതായിട്ടാണ് കണ്ടോ കേട്ടോ. ഈ ഒരു മരം കണ്ടോ, ഇതൊരു പ്രത്യേകതരം പൈൻ മരമാണ്. ഇത് കാറ്റ് പിടിക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ടാണ്, മുടി പോലത്തെ ഇല. അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിലേക്ക് എത്തി കേട്ടോ. ഈ മരങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ, ചാർലി മൂവിയുടെ ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയത്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ മൊത്തം വരണ്ട് കിടക്കുകയാണ്. ഇതാണ് ആ ലൊക്കേഷൻ. എങ്ങനെയുണ്ടോ നോക്കി. ഇതൊരു കുളം പോലെ കണ്ടോ, മഴ പെയ്യുമ്പോൾ ഇവിടെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവേ. ഈ സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് നവംബറിലോ ഡിസംബറിലൊക്കെയാണ് ഷൂട്ട് ചെയ്തതെന്ന് തോന്നുന്നു. ആ സമയത്തൊന്നും ഇവിടെ വെള്ളമില്ലായിരുന്നു. ഇവർ വെള്ളം അടിച്ച് നിറച്ചിട്ടേച്ചാണ് ഇവിടെ ഈ കുളത്തിലിറങ്ങി അവർ നീന്തുന്നതൊക്കെ ആയിട്ടുള്ള ആ സീനൊക്കെ എടുത്തിട്ടുള്ളത്. ഇതൊരു തരം വാഗമരം പോലത്തെ തന്നെ ഒരു മരമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ പൂവൊന്നുമില്ല. പൂക്കളും കൂടെ ഉണ്ടെങ്കിൽ ഇത് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ.
കാട്ടിന് വിറകൊക്കെ എടുത്ത് വരുന്ന കുറച്ച് ചേച്ചിമാരെയൊക്കെ നമുക്ക് കാണാം. ഇച്ചിരി ഒരു മഴയൊക്കെ പെയ്ത് ഇച്ചിരി പച്ചപ്പും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ ഇച്ചിരി കൂടെ ഭംഗിയായിരുന്നേ. ഇവിടെയൊക്കെ എപ്പോഴും ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ്. മിക്കവാറും പിള്ളേർ സെറ്റൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ ആയിട്ട് ബൈക്കും സ്കൂട്ടറും ഒക്കെ ആയിട്ട് വരുന്നൊരു മേഖലയാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചാർലി സിനിമയുടെ ലൊക്കേഷനിലാണ് കേട്ടോ. ഈ മരങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെയായിരുന്നു അവർ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ സിനിമയുടെ ഒരു പാട്ട് സീനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളത്തിൻ്റെ ഒക്കെ എടുത്ത ഈ കുളമൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശദമായ കാഴ്ചകൾ അപ്പുറത്തോട് നിന്ന് കാണാം. മഴക്കാലം ആകുമ്പോൾ ഇവിടെ എല്ലാം വെള്ളമെല്ലാം കയറി കഴിയുമ്പോൾ ഇവിടെ കാണാനൊരു വേറെ ലെവലാണ് കേട്ടോ. ഈ മരങ്ങൾക്കൊക്കെ ഒരുപാട് പ്രായമുള്ള മരങ്ങളാണ്. പക്ഷെ ഇതിൻ്റെ തടിക്ക് നല്ല ഉറപ്പുള്ളൊരു തടിയൊന്നുമല്ല. നല്ല രീതിയിൽ കാറ്റടിച്ചാൽ ഇത് ഒടിയും പെട്ടെന്ന്. ഞാൻ എണ്ണി നോക്കി കേട്ടോ, ഇതുപോലുള്ള 14 മരങ്ങൾ ഇവിടെ ഉണ്ട്. 14 മരങ്ങളെ ഇവിടെ ഇങ്ങനെയൊത്തേ ഉള്ളൂ. ബാക്കിയൊക്കെ പിന്നെ പൈൻ മരങ്ങളും മറ്റു മരങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ മരങ്ങൾ എണ്ണാൻ വേണ്ടി ഇവിടെ വന്നതാണോ എന്നല്ലേ. ആ കൂട്ടത്തിൽ നമുക്ക് ഈ പ്രത്യേകതയായിട്ടുള്ള ഈ മരങ്ങൾ ഒന്ന് എണ്ണി നോക്കുന്നത് നല്ലതല്ലേ. ഈ ഒരു മരത്തിൻ്റെ ഷേപ്പ് കണ്ടോ, അപ്പം ഈ മരത്തിൻ്റെ ഷേപ്പ് കണ്ടോ, അത് വേറൊരു ലെവലാണ്. ഈ മരത്തിൻ്റെ കമ്പെല്ലാം ഒടിഞ്ഞു പോയിട്ടോ. ദുൽഖർ സൽമാൻ നീന്തി കുളിച്ച കുളം കണ്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ ഇതൊരു കുളമായിട്ട് നമുക്ക് തോന്നത്തില്ല, പക്ഷേ ഇതൊരു കുളമാണ്. ഇവിടെ മഴക്കാലത്ത് നല്ല രീതിയിൽ വെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. മഴയുള്ള സമയത്ത് ഇതിലേ ഒന്ന് വന്ന് നോക്കണം. അതിൻ്റെ അപ്പുറത്തോട്ട് തേയിലത്തോട്ടമാണ് കേട്ടോ. അവിടെ ഒരു പൈൻ മരമൊക്കെ ഉണ്ട്. അതിൻ്റെ ചോട്ടി നല്ല തണലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോൾ തിരിച്ചു പോവാം അല്ലേ. പോയിട്ട് അപ്പുറത്തെ റോട്ടിൽ പോയി ഇറങ്ങണം. കുറച്ച് ദൂരം നമുക്ക് നടക്കാനുണ്ടേ വണ്ടി വെച്ചിരിക്കുന്നിടത്തേക്ക്. ഇപ്പോൾ നമ്മൾ പഴയ വാമനാട്ടിലെത്തിയേ. ഇത് നേരെ വണ്ടിപ്പെരിയാർ കുമ്മിളിയൊക്കെ പോകുന്ന വഴിയാണ്. ഇത് നമ്മൾ പീരുമേട് കുട്ടിക്കാനം കോട്ടയം മുണ്ടക്കയൊക്കെ പോകുന്ന വഴി. ഇപ്പോൾ നമ്മൾ പരുന്തുംപാറ ഭാഗത്തേക്ക് വന്നു കേട്ടോ. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കൊണ്ടൊന്ന് കണ്ടുപോയേക്കാമെന്ന് വിചാരിച്ചു. ഒരുപാടൊന്നും കാണാനല്ല, എല്ലാം ഇവിടെ എല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് കിടക്കുകയാണ്. പച്ചപ്പുണ്ടെങ്കിൽ ഇവിടെയൊക്കെ കാണാൻ ഒരു ഭംഗിയുള്ളൂ. പിന്നെ ഇന്നിവിടെ വലിയ തിരക്കൊന്നുമില്ലെന്ന് തോന്നുന്നു, വാഹനങ്ങളൊന്നും അധികം കാണുന്നില്ല. ഹെൽമെറ്റൊന്നും തലേന്ന് ഊരാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രയും ചൂടാണ് കേട്ടോ കാലാവസ്ഥ. ഓക്കെ, ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പച്ചത്തുരുത്തുകളെ കാണുന്നുള്ളൂ. പക്ഷെ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ദൂരോട്ട് കുറേ കാഴ്ചകൾ നല്ല രീതിയിൽ കാണുന്നുണ്ട്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കണ്ട കാഴ്ചകൾ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ വേറെ ഒരു വൈബാണ്. പുതിയ ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഇവിടെയൊക്കെ വരുന്നുണ്ടേ. ഇവിടെ ഒരു ഗ്രൗണ്ട് തന്നെയുണ്ട് കേട്ടോ. ഇത് ഈ ഓഫ് റോഡ് ജീപ്പുകാർ വന്നങ്ങനെ തകർത്തിട്ടിരിക്കുന്ന സ്ഥലമാണ്. മമ്മൂട്ടിയുടെ പരോളം എന്നുള്ള സിനിമയൊക്കെ ഇവിടുന്നാണ് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞത്. ഒരു കാളച്ചന്തയോ എന്തൊക്കെയോ സംഭവങ്ങളെല്ലാം ഇവിടെ ഇട്ട് സെറ്റിട്ടെടുത്തിട്ടുണ്ട്.
അങ്ങ് ദൂരെയെല്ലാം ഒരുപാട് ഗർത്തങ്ങൾ കാണാം നമുക്ക് കേട്ടോ. ആ മലഞ്ചെരുവൊക്കെ കണ്ടോ. അതൊക്കെ പച്ചപ്പാണെങ്കിൽ കുറേ കൂടെ കാണാൻ നല്ല ഭംഗിയാണേ. പാഞ്ചാലിമേടിൻ്റെ ഒരു ഭാഗമൊക്കെ നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റും. മഴക്കാറ് കയറി വരുന്നുണ്ട്. മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. മിക്കവാറും ദുഃഖവെള്ളിയാഴ്ച മഴയായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് വലിയ കുഴിയാണ് കേട്ടോ. അങ്ങ് താഴെയൊക്കെ തീയിട്ടിട്ടുണ്ട് കേട്ടോ. പുകഞ്ഞ് കയറി വരുന്ന നോക്കി. നല്ല രീതിയിൽ കാട്ടിനകത്ത് തീ കത്തുന്ന സൗണ്ട് കേൾക്കാം. പട്ടക്കം പൊട്ടുന്ന പോലെ. വേണ്ട, അവിടെയും തീയിട്ടുണ്ട്. പരുന്തുംപാറയുടെ ഒരു ദൂരക്കാഴ്ച ഉണ്ടോ. പരുന്തിൻ്റെ തല നടുക്ക്, അപ്പുറം ഇപ്പുറം ചിറക്. ടാഗോർ പാറ എന്നും പറയും ഇതിന് കേട്ടോ. അവിടെയൊക്കെ പുതിയ പുതിയ റിസോർട്ടുകൾ പണ്ട് വെച്ചിരിക്കുന്നുണ്ടോ. ആ പരുന്തിൻ്റെ തലയുടെ മുകളിലാണേ. ഇതാണ് പരുന്തിൻ്റെ തല, 2 സൈഡ് ചിറക്. പാമ്പനാറ് ടൗണാണ് അങ്ങ് ദൂരെ കാണുന്നത് കേട്ടോ. ഇവിടെ ആളില്ലേ ഇല്ല കേട്ടോ. കടകളെല്ലാം പകുതി അടഞ്ഞു കിടക്കുന്നു. വാഹനങ്ങളില്ല, ജനം കുറവ്. എന്തുമാത്രം കടകളാന്ന് നോക്കി. പക്ഷേ അധികം ഒന്നും തുറന്നിട്ടില്ല കടയൊന്നും. ഇവിടെയൊക്കെ അവധി സമയങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞല്ലോ ആൾക്കാരിങ്ങനെ ഇടം മുറിയാതെ ഒഴുകുന്നതാണാവേ. നമ്മൾ നേരത്തെ അപ്പുറത്തുനിന്ന് കണ്ട റിസോർട്ടുകളാണത്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോഴും പണിയൊന്നും തീർന്നിട്ടില്ല. അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പരുന്തുംപാറ നമുക്ക് ഇവിടുന്ന് കണ്ടാലോ. ഓ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോഴാണ് ഭീകരം കേട്ടോ. എന്നാ ഗർത്തമെന്നറിയോ, ഭയങ്കര കുഴിയാണേ. താഴെയാണ് തീ കത്തി തകർത്തുകൊണ്ടിരിക്കുക. അതാരും കെടുത്തുന്നില്ല, വനം മുഴുവൻ കത്തിപ്പോവുമല്ലോ. അവിടെയൊക്കെ മഴക്കാലത്താണെങ്കിൽ നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടേ ആ സൈഡിലായിട്ട്. ഇപ്പം ഇല്ല ഒന്നും. ആ പാറയുടെയൊക്കെ ഒരു ചെരുവ് കണ്ടോ. പരുന്തുംപാറ വന്നിട്ട് നമുക്കേ വലിയ കാഴ്ചകളൊന്നും കിട്ടുന്നില്ല. കാഴ്ച എന്ന് പറഞ്ഞാൽ അപ്പടി വെയിലും ഇവിടെ ഒന്നും കാണത്തില്ല. മുഴുവൻ പച്ചപ്പ് ഉണ്ടെങ്കിലൊക്കെ നല്ലൊരു രസമുള്ളേ. ഭയങ്കരമായിട്ട് വെയിലടിച്ചെല്ലാം ഉണങ്ങിക്കഴിഞ്ഞ് കിടക്കുക. അതിൻ്റെ കൂടുതൽ ആളുമില്ല, തീർത്തും ആളില്ല ഇവിടെ. പിന്നെ അത് ഈസ്റ്ററിൻ്റെ ഒക്കെ ആയതുകൊണ്ടാണ്. ഇനി ശനിയും ഞായറും ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ലപോലെ ആളിങ്ങോട്ടൊക്കെ കയറി വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ അപ്പുറത്തൂടെയൊക്കെ വന്നപ്പം ഇതും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് എടുത്ത് പോയേക്കെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നതേ. അപ്പം നമ്മൾ തൽക്കാലം വീഡിയോ ഇവിടെ കൊണ്ടൊക്കെ നിർത്തുവാണ്. ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.